എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏറ്റവും പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷം എടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണ്. എന്താണ്? അതായത് വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ എത്ര വർഷം എടുക്കും? 2 വർഷം എടുക്കും എന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണ്. അതായത് 18-ാം തീയതിയാണ്, ഇക്കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് UDF മന്ത്രിസഭ അധികാരമേറ്റത്. മന്ത്രിമാർക്ക് വകുപ്പുകളൊക്കെ തിരിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഏതാണ്ട് ഇന്നിപ്പം എത്രയാണ്? 7-ാം തീയതി അല്ലേ? ശരി. അപ്പൊ ഒരു 10ഉം 7ഉം 17, 3 ആഴ്ചയായിട്ടില്ല. UDF സർക്കാർ അധികാരമേറ്റിട്ട് 3 ആഴ്ചയായിട്ടില്ല. അപ്പം വനം മന്ത്രി പറയുന്നത് ഈ വന്യമൃഗ ശല്യം തടയാൻ, വന്യമൃഗ ആക്രമണം തടയാൻ 2 വർഷത്തെ സമയം മിനിമം വേണ്ടി വരും. പിണറായി വിജയ, കഴിഞ്ഞ 10 വർഷം താനല്ലോ ഭരിച്ചത്. ഇയാൾ കോമഡി പറയാട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 വർഷം ഭരിച്ചിട്ട് ഈ വന്യജീവി ആക്രമണം തടയുക എന്ന് പറഞ്ഞാൽ അതിന് ഫലപ്രദമായ മാർഗങ്ങൾ ഒറ്റ രാത്രി കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരു വർഷം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പുതിയ മന്ത്രി പറയുന്നത്. നിങ്ങൾ 10 വർഷം ഭരിച്ചിട്ട് ഒന്നും ചെയ്തില്ല. എന്ത് നാണം കെട്ട അവസ്ഥയാണെന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ 10 വർഷം ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പുതിയ സർക്കാർ അധികാരമേറ്റ് 3 ആഴ്ചയുണ്ട്. നിങ്ങൾക്ക് 10 വർഷം ചെയ്യാൻ പറ്റാത്തത് ഈ പുതിയ സർക്കാർ 3 ആഴ്ചയോട് ചെയ്യണമെന്ന് പറഞ്ഞാ ഇത് എന്ത് കോപ്പിലെ വർത്താനാടോ? ഈ പുതിയ മന്ത്രി പറഞ്ഞത് കാര്യമില്ലേ? 2 വർഷം വേണം എന്ന് പറഞ്ഞാൽ ഈ മിനിമം 2 വർഷം തന്നെയും വേണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വന്യമൃഗ ആക്രമണം തടയാൻ ഒന്നുകിൽ ഈ വൈദ്യുതി വേലി സ്ഥാപിക്കണം, അല്ലെങ്കിൽ കിടങ്ങുകൾ കുഴിക്കണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ, അതായത് കാടിൽ നിന്ന്, ഉൾക്കാടുകളിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ കാടിനോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്ക് വരാതിരിക്കണമെങ്കിൽ അവരെ തടുത്തു നിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഒരു 2 വർഷം തന്നെയും വേണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതിലെന്താണോ ഇത്? UDF സർക്കാർ 3 ആഴ്ച പോലും ചെയ്യാത്ത UDF സർക്കാരിനെ ഈ 10 വർഷം ഭരിച്ചിട്ട് ഒന്നും ചെയ്യാത്ത കുറ്റപ്പെടുത്തുകയാണ്. വെറുതെ അല്ല നിങ്ങൾ തോറ്റുപോയത്. വെറുതെ അല്ല നിങ്ങൾ തോറ്റുപോയത്. 35 സീറ്റ് LDF-ന് 35 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ലോക അത്ഭുതമാണ്. നിങ്ങൾക്ക് വട്ടപൂജയാണ് കിട്ടേണ്ടത്. ഇയാൾക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ, ഞാൻ മുഴുവൻ വായിക്കട്ടോ. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷം എടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണ്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട സർക്കാർ കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഈ പറയണ മുതല് 10 വർഷം ഭരിച്ചിട്ട് ഇതൊന്നും നടപ്പിലാക്കിയില്ല. മൂപ്പര് എന്നിട്ട് പറയാണ് ഇത് ഭയങ്കര നിരുത്തരവാദപരമാണ്. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട സർക്കാർ കൈമലർത്തല്ലടോ. 2 വർഷം കൊണ്ട് ശരിയായി കൊടുക്കാനാ പറഞ്ഞത്. നിന്റെ വാരി കൈ ഇങ്ങനെ പൊന്നിച്ചിട്ട് ശുദ്ധമാണ് എന്ന് പറയലല്ല, കൈമലർത്തലല്ല ട്ടോ. കാരണഭൂതമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് കേട്ടോ. വിജയ, നീ ഭരിക്കുമ്പോ എത്ര പേരെ കാട്ടാനകൾ കൊന്നു, എത്ര പേരെ പുലികളും നരികളും കൊന്നു, എത്ര പേർ കാട്ടുപന്നിയുടെ ആക്രമണങ്ങളിൽ മരിച്ചു. ഇതൊക്കെ അറിയുന്ന ജനങ്ങളോട് പറയാണോ നീ? ഈ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ടാണ് ഇവിടെ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയത്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ നല്ല കാട്ടിൽ തന്നെ, അവരെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങേണ്ട കാര്യമില്ല. കാട് വളരെ സുരക്ഷിത താവളമാണ് വന്യമൃഗങ്ങൾ. കാരണം ആരാ ഭരിക്കുന്നത്? പിണറായി തമ്പുരാൻ ഭരിക്കല്ലേ. അതുകൊണ്ട് വന്യമൃഗങ്ങൾ ആരും കാട്ടിലേക്ക് ഇറങ്ങില്ല. ഇനി വല്ലവരും അങ്ങനെ കാട്ടാന ആക്രമണത്തിൽ ആരെങ്കിലും മരിച്ചു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതൊക്കെ AI ആണ്. ഇവിടെ അപ്പം ഗോവിന്ദൻ പറഞ്ഞ മാതിരി അതൊക്കെ ചില AI ആണ്. അതായത് ബൂർഷ്വാ മാധ്യമങ്ങളാണ് പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇയാൾ പറഞ്ഞതല്ലേ. ഇയാളുടെ കൺമുന്നിൽ നിന്ന് ഈ ചെറുപ്പക്കാരെ ചെടിച്ചട്ടി കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അടിച്ച് തല പൊട്ടിച്ചപ്പോ, ഇവിടെ ആലപ്പുഴയല്ല കേട്ടോ, ആലപ്പുഴയിലെ ഗവൺമെന്റ് കാര്യമല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് വരാം. ഇത് തുടങ്ങിയ കാലത്ത് ആ കണ്ണൂരില് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI-ക്കാരും ഈ ഗുണ്ടകളും CPM ഗുണ്ടകളും കൂടി തലമണ്ട അടിച്ച് പൊട്ടിക്കുമ്പോൾ ഇയാളെന്താ പറഞ്ഞത്? ഇതാണ് രക്ഷാപ്രവർത്തനം.
ഇത് രക്ഷാപ്രവർത്തനമാണ്. ഇവരെ അടിച്ചതല്ല, മർദ്ദിച്ചതല്ല. ഈ ചെറുപ്പക്കാര് വണ്ടി കുടുങ്ങുന്നു വിചാരിച്ചിട്ട് ഇവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തല അടിച്ചു പൊട്ടിച്ചിട്ട് മാറ്റി നിർത്തിയതാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. പിന്നെ ഇയാൾ പറഞ്ഞു ഞാൻ കണ്ടില്ല. അത് ഗവൺമെന്റ് കാര്യം. ഗവൺമെന്റ് അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ ബസ് മുന്നോട്ടാണ് പോയല്ലോ. ഇയാളെ ബസ് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് അടിച്ചത്. ഈ മണുകുണാഞ്ചന് ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവൂലേ? അപ്പോഴാണ് പത്രക്കാർ ചോദിച്ചത് അല്ല ടി വിയിലുണ്ടല്ലോ. ടി വി ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്റെ ഗവൺമെന്റ് ആരെയും തലമണ്ട അടിച്ചു പൊട്ടിച്ചില്ല. ഈ ലോകം മുഴുവനും കണ്ടു. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ 2 ഗൺമാൻമാരെ മുട്ടൻ വടിയെടുത്തിട്ട് അതിലൊരാളാണല്ലോ ഇപ്പം എ.ഡി. തോമസ് MLA ആയത്. ആ എ.ഡി. തോമസിനെയും മറ്റൊരു സഹപ്രവർത്തകനെയും മുട്ടൻ വടി കൊണ്ട് തല അടിച്ചു പൊട്ടിക്കുമ്പോ ഈ ഒരു ഒരു വസ്തുവിനും കൊള്ളാത്തവൻ പറയാണ് ഞാൻ കണ്ടിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് ജനങ്ങൾ തോൽപ്പിച്ചത്. തോറ്റാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? തോറ്റാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എന്നിട്ട് ഒന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എന്തായാലും പിണറായി വിജയൻ അല്ലാതെ നിങ്ങൾക്ക് അറിയാലോ. പിണറായി വിജയന് ഇമ്മാതിരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനം ഇയാൾ ഇതുവരെ ചെയ്തത് കഴിഞ്ഞ 10 വർഷം ചെയ്തത് എന്താണ്? 10 വർഷം മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന എന്തെല്ലോ കടലാസ് നോക്കി വായിക്കും അല്ലേ? പത്രക്കാരെയൊക്കെ മുന്നിൽ ഇരുത്തിയിട്ട് അതിൽ കൈരളിയിലെയും ദേശാഭിമാനിയിലെയും 2-3 പത്രക്കാര് നേരത്തെ തന്നെ ചോദ്യങ്ങൾ കൊടുക്കും. അതിന്റെ ഉത്തരം ചില എന്താ പറയാ ഇവരുടെ PR ഏജൻസികൾ എഴുതി കൊടുക്കും. എന്നിട്ട് മൂപ്പര് ഇതിങ്ങനെ നോക്കി ഇങ്ങനെ വായിക്കും. ഈ ഉത്തരങ്ങളൊക്കെ തീർന്നുപോയി ഏതെങ്കിലും വേറൊരു പത്രക്കാരൻ ചോദ്യം ചോദിക്കാണിട്ടാ പറയും കഴിഞ്ഞു ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇയാൾക്ക് ഇതേ പറ്റുള്ളൂന്നേ. ഏറ്റവും അവസാനം നിങ്ങൾക്ക് അറിയാലോ, VD സതീശൻ പറഞ്ഞു ഡിബേറ്റിനുണ്ടോ എന്ന് ചോദിച്ചു. ഡിബേറ്റിനുണ്ടോ? അപ്പൊ മൂപ്പര് പറഞ്ഞു ഡിബേറ്റിനൊക്കെ ഉണ്ട്, പക്ഷെ ഫേസ്ബുക്കിൽ മതി. ഫേസ്ബുക്കിലാണെങ്കിൽ മൂപ്പർക്ക് പണിയൊന്നുമില്ലല്ലോ. മൂപ്പരുടെ ഈ PR ടീം ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടോളില്ലോ. സതീശൻ പറഞ്ഞു അമ്മാതിരി പരിപാടി വേണ്ട, നേർക്ക് നേർ മുട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പം വിറച്ചു. പിന്നെ ആ വഴിക്ക് പിണറായി വിജയനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഏതായാലും ജോറാകുന്നുണ്ട് കേട്ടോ. ചേട്ടോ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് പറ. ഇത് പിണറായി വിജയന്റെ മാത്രം തകരാറല്ല. ഇത് എല്ലാ അന്തംഗമികളും ഏറ്റവും ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് ചെറുവണ്ണൂരിലാണ്. ചെറുവണ്ണൂരിലെ ഒരു മേൽപ്പാലത്തിന്റെ പണി ഒരു പകുതിയായി കിടക്കാണ് കേട്ടോ. അതായത് അറിയാലോ, ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ റിയാസ് ആയിരുന്നു ഇവിടുത്തെ MLA. ഇത്തവണയും എങ്ങനെയോ തട്ടിമുട്ടിയ റിയാസ് തന്നെയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം PWD മന്ത്രിയാണല്ലോ റിയാസ്. അവിടെ ഒരു മേൽപ്പാലത്തിന്റെ പണി ഊരാളുങ്കൽ പിന്നെ ചോദിക്കണ്ടല്ലോ, റിയാസിന്റെ പണി ഊരാളുങ്കലാണല്ലോ എടുക്കുക. അങ്ങനെ ആ മേൽപ്പാലത്തിന്റെ പണി പകുതിയായി നിർത്തിയിരിക്കുകയാണ്. ആ പണി എടുക്കുന്ന ആൾക്കാർ ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറെ ആൾക്കാർ അങ്ങോട്ട് പോയി, കുറെ ആൾക്കാർ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണി ഏതാണ്ട് വളരെ വളരെ പതുക്കെയാണ് പണി നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ എന്താ പറയാ ഈ ബസ്സുകാർ ഒരു ദിവസം സൂചന പണിമുടക്ക് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏതാണ്ട് ഒരു 200-300 മീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പാലം പണിയുമ്പോൾ അതിന്റെ സൈഡിലുള്ള സർവീസ് റോഡുകള് മര്യാദയ്ക്ക് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇയാളെ ഈ കാരണഭൂതത്തിന്റെ മരുവൻ മന്ത്രിയായിരിക്കുമ്പോ ഇയാൾക്കറിയാം ഇത് NH ആണ്, നല്ല തിരക്കുള്ളതാണ്. ആ BC റോഡ് ബേപ്പൂരിലേക്ക് പോകുന്ന റോഡുണ്ട്. അപ്പൊ ഈ 2 ഭാഗത്തുള്ള സർവീസ് റോഡുകള് അത്യാവശ്യം വാഹനങ്ങൾക്ക് പോകാനും കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ. ആ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിന്റെ അങ്ങേപ്പോറും ഇങ്ങേപ്പോറും രണ്ട് സർവീസ് റോഡുകൾ ഇപ്പോഴുണ്ട്. പക്ഷെ ആ സർവീസ് റോഡുകൾ എന്താണ്? ഒരു ഓട്ടോറിക്ഷക്ക് മാത്രം പോകാൻ വീതിയുള്ള, അല്ലെങ്കിൽ ബസ്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി പിന്നെ ഒരാൾ നടന്നു വന്നിട്ടാണെങ്കിൽ നടക്കാൻ പറ്റില്ല. ഈ ഓടകളുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ആസൂത്രണവും ഇല്ലാതെ ജനങ്ങളെ എങ്ങനെയൊക്കെ വെറുപ്പിക്കുക, ജനങ്ങളെ എങ്ങനെയൊക്കെ ശല്യപ്പെടുത്തുക, ഇത് മാത്രമേ ഉള്ളൂ ഈ തത്തപ്പിടിക്കും വരുവാനുള്ള ഏക പരിപാടി ഇതാണ്. ഇതുകൊണ്ടാണ് ഈ 6 പ്രാവശ്യം പിന്നെ പോയില്ലേ, 6 പ്രാവശ്യം ധർമ്മടത്ത് പിന്നെ പോയതും കഴിഞ്ഞ പ്രാവശ്യം ബേപ്പൂരിൽ 28,000-28,000 ഭൂരിപക്ഷം കിട്ടിയത് ഇപ്രാവശ്യം എത്ര 7,000-7,500 ആകെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ജയിച്ചതല്ലാന്ന്. ആൾക്കാർ തോൽപ്പിച്ചതാണ് 2 എണ്ണത്തിന്. അമ്മായിച്ചിനും മരുവനും തോൽപ്പിച്ചതാണ്. സാങ്കേതികമായി വേണം പറയാം, സാങ്കേതികമായി ജയിച്ചു എന്ന് പറയാം. അത്രയേ ഉള്ളൂ.
അപ്പൊ ഇതാ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ കാണുന്നത്, അതായത് കുറെ സി പി എംമാര് പോസ്റ്റ് ഇട്ടതാണ്. ചെറുവണ്ണൂരിലെ ഗതാഗത കുരുക്ക് UDF സർക്കാർ അലംഭാവം കാണിക്കുന്നു. ഈ 3 ആഴ്ച മുമ്പ് വന്ന ഈ UDF സർക്കാരാണ് അത്രേ ഈ ഗതാഗത കുരുക്കിനുള്ള കാരണം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യില്ല. ആകെ അൽക്കൂത്താക്കിയിട്ടിട്ട് നമ്മുടെ ഖജനാവിന്റെ കാര്യം, ഈ വൈറ്റ് പേപ്പർ വന്നോടെ, ധവളപത്രം വന്നോടെ അതെല്ലാവരും മനസ്സിലായല്ലോ. ധവളപത്രം വന്നോടെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ മുന്നേ പറഞ്ഞോണ്ട് നടന്നത് ഞങ്ങളിത് 6000 കോടി ഈ പറയുന്ന ഖജനാവിൽ വെച്ച് കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. സതീശൻ എന്താ പണി? ഒരു പ്രശ്നമില്ല, അതിന്റെ അകത്തുനിന്നാണ് എടുത്ത് ചെലവാക്കിയാൽ മതി. അപ്പോഴാണ് സതീശൻ ധവളപത്രം അവതരിപ്പിച്ചത്. 50,000 കോടി കൊടുക്കാറുണ്ട്. 50,000 കോടി കൊടുക്കാറുണ്ടായിട്ടാണ് ഈ ടീം 6,000 കോടി ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നത്. ഇതേപോലെയായിരുന്നു ഇത് കഴിഞ്ഞ ആഴ്ചതിനേക്കാളും വലിയ തമാശയില്ലേ? വിലക്കയറ്റത്തിനെതിരെ സമരം. വിലക്കയറ്റത്തിന് കാരണം UDF ആണ്. അന്ന് ഈ ഇവരെ അധികാരം ഏറ്റിട്ട് 18-ാം തീയതി അധികാരം, എനിക്കൊന്ന് 25-ാം തീയതി 30-ാം തീയതി അതിന്റെ ഇടയിലുള്ള ഒരു ഡേറ്റിലാണ് ഈ പറയുന്ന ഈ അന്തംഗമികളുടെ സമരം. വിലക്കയറ്റം, UDF സർക്കാർ വിലക്കയറ്റം. ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് വില തടഞ്ഞു നിർത്താൻ പറ്റാത്ത ആൾക്കാർ, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റാത്ത ആൾക്കാർ. എന്തുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റിയില്ല? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് സാധാരണ രീതിയിൽ മാർക്കറ്റിൽ ഇടപെടുക. അവിടെയാണ് സാധനങ്ങൾ വില കുറച്ച് കൊടുത്തിട്ട് സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. മാവേലി സ്റ്റോറുകളും സിവിൽ സപ്ലൈസിന്റെ ഈ ഇത്തരത്തിലുള്ള എന്താ പറയാ ഔട്ട്ലെറ്റ്സ് ഒക്കെ. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? അതിലേക്ക് സാധനം എത്തിക്കുന്ന ആൾക്കാർക്കൊന്നും പൈസ കൊടുത്തില്ല. അതിന്റെ ഏതാണ്ട് ഒരു എത്രയാ പറയേണ്ടത്, VD സതീശൻ പറഞ്ഞിരുന്നല്ലോ, ഏതാണ്ട് ഒരു 3,000 കോടിയോളം ഈ സിവിൽ സപ്ലൈസിലെ ഈ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. ഇതൊന്നും കൊടുക്കാതെയാണ് ഈ 6,000 ഉള്ളിലുണ്ടെന്ന് പറഞ്ഞത്. ഇവരൊക്കെ എന്താ പറയാ അല്ലെ? എന്താ പറയാ? ഇനിയിപ്പോ എല്ലാ കാര്യത്തിലും UDF, അത് UDF. ആ മതിലിടിഞ്ഞ അവിടുത്തെ 2 കുട്ടികൾ മരിച്ചു, UDF. അവിടെ എന്താ പറയാ, ബസ് അപകടം അല്ലെ കാർ അപകടം, UDF. സതീശൻ രാജിവെക്കണം. ഞാനായിരിക്കും പറയാം, സതീശൻ രാജിവെക്കണം. സതീശനെ കൊണ്ട് രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് വരാതെ SFI കുട്ടികളെ ഇറക്കി. ഇവരുടെ ഏറ്റവും ഇവരുടെ ഉന്നത തലങ്ങളിൽ നിന്നൊരു ഗൂഢാലോചനയാണ് എങ്ങനെയും പെട്ടെന്ന് 2-3 രക്തസാക്ഷികൾ ഉണ്ടാക്കണമെന്ന്. ഇതിന്റെ പേരിലേനും ഈ കുട്ടികളെ മുഴുവൻ തെരുവിൽ ഇറക്കിയത്. പോലീസുകാര് കണ്ണീർവാതക ഷെല്ലുകൾ പൊട്ടിക്കുകയും ഈ വെള്ളം ചീറ്റുകയും ഒക്കെ ചെയ്യുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെറിയ രീതിയിലുള്ള ലാത്തി ചാർജ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? വെടിവെപ്പ് ഉണ്ടാവണം, 2-3 SFI കുട്ടികൾ ചാകണം, എന്നാ പിന്നെ രക്തസാക്ഷികളായല്ലോ. ഫണ്ടും ഉണ്ടാക്കാം, ഫണ്ടും വെട്ടിക്കാം, ഫണ്ട് കളക്ഷൻ നടത്താം, ഫണ്ട് പിരിക്കാം, അത് വെട്ടിക്കാം. VD സതീശനെ താഴ്ത്തിറക്കും ചെയ്യാം. അതേ പ്ലാനായിരുന്നു മറ്റേ ED വന്നപ്പോൾ. ED ഉദ്യോഗസ്ഥന്മാര് വീണയുടെ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് EDയുടെ ഉദ്യോഗസ്ഥന്മാർ ആക്രമിച്ചത്, കാറ് തല്ലി തകർത്തത്. എന്തായിരുന്നു പ്ലാൻ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പിന്നെ എവിടെയെങ്കിലും ഈ പ്രതിഷേധം ഉണ്ടായോ? ഇല്ല. കാരണം നേതാക്കന്മാരെ അളക്കി വിടുകയാണ് നീങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ പറയുന്ന ആക്രമണകാരികളെ മുഴുവനും CPM-ന്റെ ഓഫീസിലേക്ക് കയറ്റി. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? പോലീസ് ഓഫീസിലേക്ക് ഇറച്ചു കയറണം. സ്വാഭാവികമായും അവിടെ ഉന്തും തള്ളുണ്ടാവും, പ്രശ്നം ഉണ്ടാവും, അടി ഉണ്ടാവും, അവസാനം വെടിയുണ്ടാവും. വെടിവെപ്പിൽ 2 ചത്താൽ ശരി, രക്തസാക്ഷികളായല്ലോ. ഇങ്ങനെ ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായ ലോകത്തെവിടെയും കാണും ഇമാതിരി സ്ഥാനങ്ങൾ. വി കുഞ്ഞികൃഷ്ണൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതേ പറയുന്നുണ്ട്, കേരളത്തിൽ ഇനി CPM തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. CPM തിരിച്ചു വരില്ല. എങ്ങനെ തിരിച്ചു വരാന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, അദ്ദേഹം പറയുന്ന ഒരു ചെറിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഈ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഒക്കെ പിണറായി വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഇയാൾ ശരിയല്ല, ഇയാൾ മത്സരിക്കേണ്ടിയിരുന്നില്ല, ഇയാളുടെ നേതൃത്വം, ഇയാളുടെ ഈ പറയുന്ന ശരീരഭാഷയാണ്, അല്ലെങ്കിൽ നിലപാടുകളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന് കാരണം, അങ്ങനെ ഒരുപാട് ഈ താഴെയുള്ള കമ്മിറ്റികളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങളുണ്ടല്ലോ. അത്തരത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസമാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നത്. അല്ലാഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ ബംഗാളിൽ ഇപ്രാവശ്യം 1 സീറ്റ് കിട്ടി അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലായിരുന്നു, വട്ടപ്പൂജയായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയോ 1 സീറ്റ് കിട്ടി. അപ്പൊ ഇതിനൊക്കെ കാരണം കുഞ്ഞികൃഷ്ണൻ സഖാവ് ഒരു കാര്യം കൂടി പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇയാളുടെ ഈ ലോകം മുഴുവൻ ഇയാളുടെ ഈ ഫുൾ ഫിഗർ, എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ ഹോർഡിങ്ങൾ വെച്ചിട്ട് സ്ഥാപിച്ചിട്ട് ഇയാളുടെ ഒരു നേതൃത്വം, ഇയാൾ മത്സരിക്കാൻ ഞാൻ മതിയായിരുന്നു പറയുന്നത്. ഇയാൾ മത്സരിക്കുകയും ചെയ്യരുതായിരുന്നു, ഇയാള് നേതൃത്വം കൊടുക്കുകയും ചെയ്യരുതെന്നു, ഇയാളെ വീട്ടിലിരുത്തണമായിരുന്നു.
വീട്ടിലിരുത്തണമായിരുന്നു കാരണഭൂതത്തെ. എങ്കിലൊരു പക്ഷേ CPM ജയിച്ചേക്കാമായിരുന്നു എന്നാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നത്. അതിലൊരു ശരിയുണ്ട്. കാരണം ജനങ്ങൾ മുഴുവൻ ഇയാളെയാണ് വെറുത്തത്. ആ വെറുത്ത ആള് വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പോയി കുത്തിരുന്നിട്ട് ഇയാൾ പിന്നെയും വെറുപ്പിക്കുകയാണല്ലോ. ഇങ്ങനൊരു മാറ് നിങ്ങൾ എവിടെയും കെടുക്കുന്നു. സാധാരണ രീതിയിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്ന മറ്റൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃസ്ഥാനം വഹിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിക്ക് കീഴെയുള്ള മുഖ്യമന്ത്രിയെ തിരുത്തേണ്ട പാർട്ടി സെക്രട്ടറിയാണ്. ഏത് പാർട്ടി സെക്രട്ടറി? സംസ്ഥാന സെക്രട്ടറി. അതായത് അപ്പം ഗോവിന്ദനാണ് കാരണഭൂതത്തെ തിരുത്തേണ്ടത്. എങ്ങനെയുണ്ട് തമാശ? ഇവിടെ അപ്പം ഗോവിന്ദനും അല്ല, മറ്റേ പാർട്ടി ഉണ്ടല്ലോ, ഈ തോളിൽ സഞ്ജയ് ചേർത്തിങ്ങാണ്ട് നടക്കണ ബേബി സഖാവ്. ഈ ബേബി സഖാവ് വരെ ഈ കാരണഭൂതത്തെ കാണുമ്പോ മുള്ളു. അപ്പം ഗോവിന്ദന്റെ കാര്യം പിന്നെ പറയാനില്ല. അപ്പൊ ഈ പാർട്ടിയെ ഈ രീതിയില് എന്താ പറയാ അലങ്കോലാക്കിയത് അല്ലേ, തീർത്ത് കളഞ്ഞത് ഈ ഒരൊറ്റ മനുഷ്യനാണ്. ഇയാൾക്ക് ഇനിയും പൂതി മാറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇമാതിരി പോസ്റ്റ് ഇടുന്നത്. ഇയാൾക്കല്ല, ഇയാളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. അതാണ് ഞാൻ ഇയാളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. ഇയാളെ ഈ രീതിയിൽ ഇയാളെ എന്താ പറയാ കയറൂരി വിടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ. പിണറായി വിജയനെ കുറിച്ച് മിണ്ടിപ്പോകരുത് അങ്ങനെ പറയുന്നത് കുറെ ആൾക്കാർ. പിണറായിനെ കുറിച്ച് മിണ്ടരുത്, പിണറായി ദൈവമാണ്. ദൈവത്തെക്കുറിച്ചും ഇവിടെ ദൈവത്തെക്കുറിച്ചും വിമർശിക്കും. നിങ്ങളാണ് ഈ മാതിരിയുള്ള ഈ ഭക്തജന സംഘമാണ്, അടിമക്കൂട്ടങ്ങളാണ് പിണറായിയെ ഈ രീതിയിൽ നശിപ്പിച്ചത് കേട്ടോ. തെറ്റാണെങ്കിൽ, തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ പറയണ്ടോ? ഈ വന്യജീവി ശല്യത്തിനെതിരെ ഇമാരി പോസ്റ്റ് ഇടുമ്പോ ഇതിന്റെ അടിയിലുണ്ട്, ഈ പോസ്റ്റിന്റെ അടിയിൽ മുഴുവനും പിണറായിക്കെതിരെ തെറിയാണ്. നിങ്ങൾ എവിടെയും കേൾക്കുന്നു. അതായത് പിണറായി വിജയന്റെ ഈ ഫേസ്ബുക്ക് പേജില് ഈ ഒരു എന്താ പറയാ പ്രസ്താവന ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ വരുന്നത് മുഴുവൻ നൂറുകണക്കിന് തെറികളാണ്. കാരണബോധമേ, കഴിഞ്ഞ 10 വർഷം താൻ എന്താണോ ചരച്ചത് എന്നാ ചോദിക്കുന്നത്. അങ്ങനത്തെ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷം താൻ എന്താണോ ചരച്ചത് എന്നിട്ട് ഇപ്പം വന്ന് കണ്ട് ചിലക്കാണോ എന്നാ ചോദിക്കുന്നത്. ശരിയല്ലേ? ജനങ്ങൾ ചോദിക്കില്ലേ? വന്യജീവി ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് വാഗ്ദാനം നൽകിയവർ ഇപ്പോൾ മലക്കം മറിയുമ്പോൾ പ്രശ്നബാധിതർ തീർത്തും അരക്ഷിതരാണ്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി സമഗ്ര കർമ്മ പദ്ധതികളായിരുന്നു LDF സർക്കാർ ആവിഷ്കരിച്ചിരുന്നത്. ഉണ്ടാകും LDF സർക്കാർ സമഗ്ര കർമ്മ പദ്ധതികളായിരുന്നു ആവിഷ്കരിച്ചിരുന്നതെങ്കിൽ വന്യജീവി ശല്യം പിന്നെ എങ്ങനെ ഉണ്ടായതോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മണ്ണാങ്കട്ടി ചെയ്തില്ല അല്ലേ? എന്നിട്ട് പറയാനുള്ളൂ ഞങ്ങൾ സമഗ്ര ആ പദ്ധതികൾ പകർത്തി പുതിയ മട്ടിൽ അവതരിപ്പിച്ചതല്ലാതെ നൂതനമായ യാതൊരു പരിഹാര മാർഗവും സർക്കാർ നിർദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇമാതിരി ചിന്തകൾ. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. അതാണ് അതിന്റെ ഒരു ലാഞ്ചനയാണ് ഇതും. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, ഇതാണ് ഏറ്റവും വലിയ അപകടം. അങ്ങനെ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ പോലെ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരാള് കരുതുകയാണെങ്കിൽ ഞാനല്ലാതെ വേറെ ആരും ഇല്ല. അതാണോ ഫാസിസം? അതിനാണ് ഫാസിസം എന്ന് പറയുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് താനാടോ കാരണഭൂതമേ. എന്നിട്ട് നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധന്മാര് ഉളുപ്പില്ലാതെ കണ്ടാമൃഗം വരെ തൂങ്ങിച്ചാകൂടോ. നിങ്ങളുടെ ഈ തൊലിക്കട്ടിയും മറ്റേ കാര്യങ്ങളും കണ്ടിട്ട് നാണക്കേട് കൊണ്ട് പ്രതിബദ്ധതയോടെയും ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയും നിതാന്ത ജാഗ്രതയിലൂടെയും ഈ വിഷയത്തിൽ ഇടപെട്ട് സംഘർഷം വലിയ തോതിൽ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാരിന് സാധിച്ചിരുന്നു അത്രേ. ഇപ്പൊ 3 ആഴ്ച കൊണ്ട് ഒക്കെ പൊട്ടി പറയുന്നത്. 3 ആഴ്ച കൊണ്ട് നാനകളും വന്യജീവികളും ഒക്കെ വന്നിട്ട് ജനങ്ങളെ കണ്ട് തിന്നാൻ തുടങ്ങിയതാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി സതീശനാണ് മുഖ്യമന്ത്രി. ഇതുവരെ അതുകൊണ്ട് അവിടെ ഇറങ്ങാം. നേരത്തെ കാരണഭൂതമായിരുന്നു. അപ്പൊ എല്ലാ വന്യമൃഗങ്ങളും കാട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിയായിരുന്നു. സതീശനാണല്ലോ, ഇനി ആണ്ട് ഇറങ്ങി വരാം, എല്ലാ ആൾക്കാരൊക്കെ ചവിട്ടിക്കൊല്ലാം, എന്താ പറയാ കടിച്ചു കീറാം എന്നൊക്കെ പുലി വിചാരിക്കുകയാണ്, ആന വിചാരിക്കുകയാണ്. വലിയ പോസ്റ്റാണ്. ഞാൻ അത് മുഴുവൻ വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ എല്ലാ അന്തംഗമികളോടും പറയുന്നതേ, അയാൾക്ക് ഏതായാലും വിവരമില്ല. അയാളെ ഈ 52 വയസ്സിൽ വിവരം വെപ്പിക്കാനും പറ്റൂല. ഈ ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ഈ യുവ ചെറുപ്പക്കാരുണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, എന്തിനാ മക്കളെ
നിങ്ങൾ ഏതായാലും ഇയാളെ വീട്ടിന്റെ മുന്നിൽ പോയി നിങ്ങാണ്ട് നിങ്ങളെ ജീവിതം കോഞ്ഞാട്ടാക്കി കുറെ എണ്ണം അല്ലെ, 26 എണ്ണം അവിടെ 26 അതിന് ശേഷം ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇനിയിപ്പോ CBI ഇറങ്ങാൻ പോകുന്നു. ഈ വിഷ്വൽസ് മുഴുവൻ മുന്നിലുണ്ട്. പിണറായിയുടെ വീടിന്റെ മുന്നിൽ ED സംഘത്തെ തല്ലി ചതച്ചവരുടെ അല്ലെങ്കിൽ ആക്രമിച്ചവരുടെ മുഴുവൻ വിഷ്വൽസും കിട്ടിയിട്ടുണ്ട്. മുഴുവൻ ആൾക്കാരെയും പിടിച്ച തീഹാർ ജയിലിൽ ഉണ്ടെന്നും കേട്ടോ. വീണജലപൂരി പോലും വീണജലപ്പം 3 വർഷമോ 10 വർഷമോ തടവ് കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഒക്കെ, കാരണം അറിയാലോ നമുക്ക് ലാവ്ലിൻ കേസിന്റെ കാര്യം അറിയാം. ഒരു പക്ഷേ വീണയോടുള്ള എന്തെങ്കിലും ചില താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാരണഭൂതത്തിന്റെ മോളല്ലേ എന്ന് വിചാരിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവൊക്കെ വീണക്ക് ചിലപ്പം കിട്ടിയേ കിട്ടോ. പക്ഷേ ഈ അന്തംഗമ്മികള്, വീണക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന അന്തംഗമ്മികളെ നിങ്ങൾ വീട് നോക്കണോ. വീട്ടിൽ നിങ്ങളുടെ അമ്മയും അച്ഛനെയും നിങ്ങളെ എന്താ പറയാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഭാര്യയും മക്കളെയും ഒക്കെ നോക്കണോ. അല്ലാതെ ഇമ്മാതിരി വൃത്തികെട്ടന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാകാൻ നടക്കുകയാണോ? വല്ല കാര്യമുണ്ടോ? മതി മക്കളെ, മതി. ഇനി ബാക്കി വിശേഷണം ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. ഒന്നിച്ച് എല്ലാം കൂടി താങ്ങൂല, അതുകൊണ്ടാണ്.